കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സായുധ സേനയിലെ വിരമിച്ച അംഗങ്ങളെ കോടതിയിലേക്ക് വലിച്ചിഴക്കരുതെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. 2 മാസത്തിനിടെ 3-ാം തവണയാണ് സുപ്രീം കോടതി നരേന്ദ്രമോദി സർക്കാരിനോട് ഇക്കാര്യം പറയുന്നത്. വ്യോമസേനയിൽ റേഡിയോ ഫിറ്ററായിരുന്ന ആൾക്ക് വികലാംഗ പെൻഷൻ അനുവദിച്ച സായുധസേന ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നിരവധി മുൻ സൈനികർക്ക് ഡിസബിലിറ്റി പെൻഷൻ അനുവദിച്ച് ട്രിബ്യൂണൽ ഉത്തരവിറക്കിയിട്ടുണ്ട്. എല്ലാ ഉത്തരവുകൾക്കുമെതിരെയും നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യുന്നത് എന്തിനാണെന്നും വർഷങ്ങളായി രാജ്യത്തെ സേവിച്ചവരെ എന്തിനാണ് കോടതിയിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചു. ഈ വിഷയത്തിൽ സർക്കാർ തീർച്ചയായും ഒരു നയമുണ്ടാക്കണമെന്നും ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ട്രിബ്യൂണലിൽ പോയി കേസ് ജയിച്ചാലും കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സായുധസേനയിലെ ഉദ്യോഗസ്ഥരെ എങ്ങനെ ബാധിക്കുമെന്നും ചോദിച്ച കോടതി, ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിമാർക്ക് പുറമെ വളരെ മുതിർന്ന വിരമിച്ച സായുധസേന ഉദ്യോഗസ്ഥനാണ് സായുധസേന ട്രിബ്യൂണലിൽ ഉള്ളതെന്നും കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.